പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. അതാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പഠിച്ചത് മറക്കാതിരിക്കാനും എപ്പോഴും ഓർക്കാനും വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ. എങ്ങനെയാണ് ആക്റ്റീവ് റീകോൾ ചെയ്യാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ. എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോൾ ചെയ്യുക? നമ്മൾ പഠിക്കുമ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നോട്ട് ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുക. പക്ഷേ ആക്റ്റീവ് റീകോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അഥവാ ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളോ യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്യാതെയുള്ള പരിപാടിയാണ് ആക്റ്റീവ് റീകോൾ. ആക്റ്റീവ് റീകോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, എന്നിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ പഠിച്ച് 1 hour കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഓരോന്നും വായിക്കുകയും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോൾ ആക്റ്റീവ് റീകോൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേയും ആ ആക്റ്റീവ് റീകോൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ മുന്നേ പഠിക്കുകയോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ മുന്നേ പഠിക്കുകയോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. രണ്ടാമതായിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ലാംഗ്വേജസും സോഷ്യൽ സയൻസ്, ബയോളജി പോലുള്ള സബ്ജക്റ്റും നിങ്ങൾക്ക് ആക്റ്റീവ് റീകോളിലൂടെ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഈ സബ്ജക്റ്റിൻ്റെയൊക്കെ ചാപ്റ്ററിൻ്റെ സമ്മറി നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ച് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വെറുതെ നടക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ ഈ പഠിച്ച സബ്ജക്റ്റിൻ്റെ സമ്മറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കുക. ഇപ്പോൾ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ 2ാമത്തെ ചാപ്റ്റർ, അതിൻ്റെയൊക്കെ സമ്മറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കുക. അങ്ങനെ അത് ഓർത്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെയ്യാം, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ ചെയ്യാം. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഒരു ടീച്ചറായി മാറാൻ പറ്റും. നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനെയോ ഒക്കെ നിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഹിസ്റ്ററിയിലോ ജോഗ്രഫിയിലോ പൊളിറ്റിക്സിലോ അതിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു ടീച്ചറായി കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് ഒരിക്കൽ നിങ്ങൾ ബുക്ക് എടുക്കരുത്. നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന്, നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ആ ടോപ്പിക് ഓർത്തെടുത്തുകൊണ്ട് വേണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ആ രീതിയിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ ചെയ്യാം. നാലാമതായിട്ട് നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ആക്റ്റീവ് റീകോൾ ചെയ്യാം. നിങ്ങൾ ആദ്യം ഓരോ ചാപ്റ്ററും അവസാനിച്ച ശേഷം ആ ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പ് ഒന്ന് എഴുതി തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങൾ വെറുതെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മൈൻഡ് മാപ്പ് ഒന്ന് മൈൻഡിൽ ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മൈൻഡ് മാപ്പ് ഒന്ന് മൈൻഡിൽ ഓർത്തിട്ട് അത് നിങ്ങൾ എഴുതി നോക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് റീകോൾ നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ആക്റ്റീവ് റീകോൾ ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ആക്റ്റീവ് റീകോൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആക്റ്റീവ് റീകോൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ റിവൈസ് ചെയ്യുകയും ചെയ്തിരിക്കണം. അപ്പോൾ നന്നായിട്ട് പഠിച്ച് റിവൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ആക്റ്റീവ്ലി റീകോൾ ചെയ്താൽ മാത്രമേ ആ കാര്യം ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് നന്നായി പഠിക്കുന്നുള്ള കാര്യം എനിക്ക് മെസ്സേജ് അയച്ചോ, ബാക്കി ഞാൻ സെറ്റാക്കി തരാം.